നിങ്ങളുടെ താടിയിലും അപ്പർ ലിപ്സിലും രോമ വളർച്ച കൂടി വരുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴും വാക്സിംഗ്, ത്രെഡിംഗ്, ഇലക്ട്രോലിസിസ് ഒക്കെ ചെയ്ത് മടുത്തോ? പല സ്ത്രീകളും കരുതുന്നത് ഇതൊരു കോസ്മെറ്റിക് പ്രോബ്ലം മാത്രമാണെന്നാണ്. പക്ഷെ ഇതിന് പിന്നിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. ഇത് സ്ത്രീകൾക്കായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് സീരീസിന്റെ 8ാമത്തെ വീഡിയോ ആണ്. ഈ സീരീസ് മിസ്സാവാതിരിക്കാൻ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ. അമിത രോമ വളർച്ച എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതിന് ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് എന്താണ് ബന്ധം? സ്ത്രീകളിൽ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എന്തുകൊണ്ട് ഉണ്ടാവുന്നതെന്നും അതിന് ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് എന്താണ് ബന്ധം? ഇത് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും നമുക്ക് നോക്കാം. സ്ത്രീകളുടെ മുഖത്തും ശരീരത്തിലും പുരുഷന്മാരുടേതുപോലെ കട്ടിയുള്ള കറുത്ത രോമങ്ങൾ ഉണ്ടാവുന്ന ഈ കണ്ടീഷനെ ഹിർസൂട്ടിസം എന്ന് പറയും. പ്രത്യേകിച്ചും അപ്പർ ലിപ്പില്, ചിന്നിന്റെ താഴ്ഭാഗത്ത്, ശരീരത്തിൽ, വയറിലൊക്കെ കോമൺ ആയിട്ട് ഇതുപോലെ രോമ വളർച്ച കാണാറുണ്ട്. PCOS ഉള്ള സ്ത്രീകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ സാധാരണമാണ്. ശരീരത്തിലെ ഉയർന്ന ഇൻസുലിന്റെ അളവ് ആൻഡ്രോജൻ ഹോർമോൺസിന്റെ ആക്ടിവിറ്റി കൂട്ടും. അങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള രോമ വളർച്ച ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ രോമ വളർച്ച PCOS ഉള്ള സ്ത്രീകളിൽ കൂടുതലായി കാണുന്നത്. മാത്രമല്ല, ഈ ഫേഷ്യൽ ഹെയർ, ഇറഗുലർ പീരീഡ്സ്, വെയിറ്റ് ഇഷ്യൂ, ആക്നെ, ഹെയർ ഫോൾ ഇതെല്ലാം ഒരുമിച്ച് പലപ്പോഴും കോ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉള്ള സ്ത്രീകളിൽ രോമ വളർച്ച മാത്രം നോക്കാതെ അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, മെൻസ്ട്രൽ ഹിസ്റ്ററി, വെയിറ്റ് ചേഞ്ച്, ഡയറ്റ് പാറ്റേൺ, ഹോർമോണൽ സ്റ്റാറ്റസ് എല്ലാം വിശദമായിട്ട് വിലയിരുത്തും. കാരണം ഹെയർ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് അതിന്റെ പിന്നിലുള്ള ഹോർമോണൽ മെറ്റബോളിക് കാരണങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എന്റെ പേഷ്യൻസിൽ ഞാൻ അവരുടെ ഇൻഡിവിജ്വൽ സിംറ്റംസ്, ഡയറ്റ് പാറ്റേൺസ്, ഹോർമോണൽ ലെവൽസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ വിശദമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒപ്പമാണ് മെഡിസിനൽ സപ്പോർട്ട് കൂടി നൽകുന്നത്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഹോർമോണൽ ബാലൻസും പിന്തുണയ്ക്കപ്പെടും. അങ്ങനെ നിങ്ങളുടെ ഈ ഫേഷ്യൽ ഹെയർ ഗ്രോത്തിന്റെ റേറ്റ് ഗണ്യമായിട്ട് കുറയും. മാത്രമല്ല, ആക്നെ, വെയിറ്റ് കുറയാനുള്ള സാധ്യത, ഹോർമോൺ ബാലൻസ് ആവാനുള്ള സാധ്യത, പീരീഡ് റെഗുലർ ആവാനുള്ള സാധ്യത എന്നിവയും കൂടി വർദ്ധിക്കുന്നു. മറ്റ് PCOS സിംറ്റംസ് എന്നിവ മെച്ചപ്പെടാനും കാരണമാവും. ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഒറ്റ ദിവസം കൊണ്ട് മാറുന്ന പ്രശ്നമല്ല. പക്ഷേ റൂട്ട് കോസ് അഡ്രസ് ചെയ്താൽ ലോങ് ടേം ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അടുത്ത വീഡിയോയിൽ സ്ത്രീകളിൽ കാണുന്ന അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലും ഫീമെയിൽ പാറ്റേൺ ഓഫ് അലോപേഷ്യയും ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് എന്താണ് ബന്ധമെന്നും ഇത് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും പറഞ്ഞു തരാം. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവയർനെസ് സീരീസ് മിസ്സാവാതിരിക്കാൻ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ.